ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വേഗം ഒരുങ്ങണം, ഒരു എൻഗേജ്മെൻറ്റിന് പോകണം. കണ്ടോ, എൻ്റെ പെണ്ണെ നിന്നെയും ഞാൻ കാത്തിരിക്കുകയെന്നും പറഞ്ഞ് അജേഷൻ കാത്തിരിക്കുകയാണ്. രാജാൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പം നമുക്ക് റിയയെ ഒന്ന് പരിചയപ്പെടട്ടെ. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന റിയയെ കണ്ടപ്പോൾ എലി പുന്നല്ലിൽ കണ്ടതുപോലെയുള്ള സന്തോഷം കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളുണ്ടല്ലോ, ആകെ മൊത്തം കുളമായെന്ന് പറഞ്ഞാൽ അത് താമസിച്ചു പോയി. എങ്കിലും നമുക്ക് ഒരു ഫോട്ടോ എടുക്കാതെ എങ്ങനെയാണ് പോകുന്നത് അല്ലേ. അജേഷ് കിടന്നുറങ്ങിയതാണെന്ന് അജേഷ് സമ്മതിക്കുന്നില്ല. ഫോട്ടോഗ്രാഫറും മേക്കപ്പ് മാനും താമസിച്ചതാണെന്ന് പറഞ്ഞങ്ങ് സമാധാനിക്കുകയാണ്. നമുക്കും ആ കൂട്ടത്തിൽ അങ്ങ് ചേരാം, നമ്മളും താമസിച്ചാണല്ലോ ചെന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഭയങ്കര സന്തോഷകരമായൊരു നിമിഷമാണ് കേട്ടോ ഇത്. നമ്മളിഷ്ടപ്പെടുന്ന ഒരാളുടെ ഭയങ്കര സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഒരു മൊമെൻറ്റിൽ നമ്മളും പങ്കാളികളാവുന്നു. അടിച്ച് പൊളിച്ചങ്ങ് തകർക്കണം അല്ലേ. അപ്പോൾ കൊച്ചിൻ്റെ അമ്മാവൻ്റെ കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് കൊച്ചൊരുങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ കൊച്ചും അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഒരുങ്ങി. അപ്പോൾ പള്ളിയിലെ സമ്മതമൊക്കെ കഴിഞ്ഞ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളിയിൽ വെച്ച് അധികം ഞാൻ ക്യാപ്ചർ ചെയ്തില്ല കേട്ടോ, കാരണം അത് ഭയങ്കര ഭക്തിപുരസരമായ ഒരു ചടങ്ങല്ലേ അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ പിടിക്കാൻ പോയാൽ എങ്ങനെയാണ്. അപ്പോൾ ഇതാണ്ട് അജേഷ് അങ്ങനെ കാത്തിരിക്കുകയാണ്. പേരൻസിൻ്റെ നടുക്ക് എന്നെ വിളിക്കുക റിയായുടെ അടുത്ത് കയറ്റിയിരുത്താൻ. അതൊക്കെ നോക്കി ഇതാണ്ട് അജേഷിൻ്റെ സിസ്റ്ററും അടുത്തിരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദർ അത്തെ കയറി ഇരിക്കേണ്ട സമയമായിട്ടും എന്താ ആരും വിളിക്കാത്തിന്ന്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, അവിടെ ഇനിയും ചടങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെ വരും, വിളിക്കും. പക്ഷേ ഈ കാത്തിരിപ്പുണ്ടല്ലോ 10 മിനിറ്റോളെങ്കിലും 10 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ആങ്കർ ചെയ്യാനുള്ള പെങ്കൊച്ചിങ്ങോട്ട് കലക്കി കടുക് പൊട്ടിച്ചിങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒരു പൂരപ്പറമ്പിലെ പൂരം പോലെയായിരുന്നു. എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. ഇതൊക്കെയാണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ നിന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. നല്ല മെസ്സേജുകളും നല്ല പ്രാർത്ഥനയുമായിട്ട് അച്ഛൻ പെണ്ണിനെയും ചെറുക്കിനെയും അങ്ങ് ആശീർവദിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ആ കാര്യം അങ്ങോട്ട് അച്ഛൻ നിർവഹിച്ചു. അപ്പോഴേക്കും അജേഷിൻ്റെ പപ്പ ഈ ഒഫീഷ്യലായിട്ട് വീണ്ടും ഇൻവൈറ്റ് ചെയ്യണം. ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാതെ ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ. ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ പെണ്ണിൻ്റെ സൈഡിൽ നിന്നാണ്. അവർ ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ ചെറുക്കൻ്റെ സൈഡിൽ നിന്ന്. ആര് ഭക്ഷണം കഴിച്ചാലും വേണ്ടില്ല, വന്നാലും വേണ്ടില്ല, പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കുഞ്ഞു വർത്താനം പറയണമെന്ന മട്ടിലാണ് അജേഷും റിയയും. അങ്ങനെ അജേഷിൻ്റെയും റിയയുടെയും ഫാമിലിയെ വീണ്ടും ഫോട്ടോയ്ക്കായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. റിയയുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് റിയയുടെ പേരൻസും, അജേഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് അജേഷിൻ്റെ പേരൻസുമാണ്. അങ്ങനെ ഫോട്ടോകൾ മിന്നി മറിയാണ് കേട്ടോ. അപ്പം അജേഷിൻ്റെ സിസ്റ്ററും ബ്രദറിലോ ഞങ്ങളെന്താ ഫോട്ടോയ്ക്ക് വേണ്ടേ എന്ന മട്ടില്ല. അപ്പോൾ പിള്ളേർ പൂ കൊടുക്കുന്നു എന്ന് വേണ്ട, ആകെ ബഹളം എന്ന് പറഞ്ഞാൽ ബഹളം. ഇനി കേക്ക് കെട്ട് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ലഡു പൊട്ടിയെങ്കിലും തിരി അങ്ങോട്ട് ആളിക്കത്തുകയാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മനസ്സിൽ പൊട്ടുന്ന ലഡുവിന് കണക്കില്ല കേട്ടോ. അത് പൈസ കൊടുക്കാതെ പൊട്ടിക്കുന്നതാണല്ലോ, അതുകൊണ്ട് അങ്ങ് പൊട്ടട്ടെ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ 2 ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കലും അതോടുകൂടി വയറ് നിറഞ്ഞിട്ടുണ്ടാവും പിള്ളേരുടെയൊക്കെ. എന്നാൽ അതുകൊണ്ട് ഹാർവസ്റ്റുകാർക്ക് ഇനി വലിയ മുടക്കുണ്ടാകിയല്ലോ കേട്ടോ. അങ്ങനെ വയറ് നിറ പിള്ളേരും വലിയവരും ഒക്കെ സ്റ്റേജിൽ തന്നെ നിന്ന് അങ്ങോട്ട് കേക്ക് തിന്നുകയാണ്. ഇപ്പം നമ്മൾ താഴെ ഇരിപ്പില്ലേ, ഇതൊന്നും ഇവർക്കൊരു വിചാരവും ഇല്ലെന്നേ. നമ്മൾ വിശന്ന് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഹാർവസ്റ്റുകാർ നമ്മളെ നന്നായിട്ട് കൺസിഡർ ചെയ്തു. ചോറ് വേണ്ടവർക്ക് ചോറ്, ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവരുടെ അടിപൊളി ഫുഡും കഴിഞ്ഞ് ഡിസേർട്ടെന്ന് പറഞ്ഞാലോ ഒന്നും പറയണ്ട, വായിക്കൂടെ വെള്ളം ഊർന്ന ഡിസേർട്ടാണ്. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ വയറൊക്കെ ഭയങ്കരമായിട്ട് നരഞ്ഞു പോയി. അജേഷിൻ്റെ മമ്മിയുടെ റോള് പിന്നെയും തീരുന്നില്ല. ഓരോ ഫാമിലിയും വിളിച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാൻസ് ആയപ്പോൾ നമ്മൾ ഓടിക്കരുതെന്ന് ഫോട്ടോ എടുത്ത് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ വിട്ടുപോയാൽ പിന്നെ അടുത്ത ഫാമിലി വരും, പിന്നെ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിച്ചു. കണ്ട, എൻ്റെ അങ്കിളിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഫോട്ടോ പിടിക്കുമെന്ന മട്ടിലാണ് കൊച്ച് പൊന്നൂസ് അങ്ങനെ തകർത്തു വാരിയാണ്. ഈ സമയം എൻ്റെ ഇല്ലോസിനെ കൂട്ടി ഒരു ഫോട്ടോ എടുത്തില്ല എങ്ങനെയാണ്. അപ്പം ഞാൻ അതും അങ്ങോട്ടൊന്ന് കഴിച്ചു. എപ്പോഴും ഫുഡ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നവർ നേക്കണ്ടേ, അത്ര രുചികരമായ ഫുഡാണെന്നും പറഞ്ഞ് ഇരിക്കുന്നവർ നന്നായിട്ട് അങ്ങ് കഴിക്കുകയാണ്. എന്തായാലും വന്നതല്ലേ അല്ലേ, അങ്ങ് മുതലാക്കുക തന്നെ. അപ്പോഴേക്കും റിയയും നമ്മുടെ അജേഷും കഴിക്കാനെത്തി. അപ്പം സ്വർഗത്തിലെ കട്ടുപുറമ്പ് പോലെ അവരുടെ ഫാമിലിയും എത്തി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഈ ഫുഡ് കഴിച്ച് കഴിയുന്ന അവർ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇവിടെയുണ്ടല്ലോ അജേഷിൻ്റെ മമ്മി ചേച്ചിയോട് പറയുകയാണ്, അയ്യോ കല്യാണത്തിൻ്റെ ടെൻഷനെക്കുറിച്ച് അവർ ഷെയർ ചെയ്യണം. അതവിടെ ഒരു വശത്ത് നടക്കട്ടെ, പക്ഷേ അത് ടെൻഷൻ ഇല്ലാത്ത ഒരു കാര്യവും ജീവിതത്തിലില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിയയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാപ്പിയും ജ്യൂസും കേക്കും ഒക്കെ വീണ്ടും നമുക്കുണ്ട് കേട്ടോ. നമ്മൾ ഹാപ്പിയാണ് അല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് 2 ഫാമിലിയും ദൈവകൃപയാൽ ഒന്നായി. അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണല്ലോ. എന്നെയും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് മുട്ടിയുരുമിയൊക്കെയാണ്. അപ്പോൾ അജേഷ് പറയുകയാണ്, മോളെ ഇറങ്ങി ഓടരുതേ, നിന്നെ കൊണ്ടുപോകാൻ 2-3 ദിവസത്തിനകം ഞാൻ വരുമെന്ന്.